യോഹന്നാൻ വിശ്വാസികളോട് ദൈവത്തോട് അടുത്തു നിൽക്കാൻ പറയുന്നു. നാം പാപം ചെയ്താൽ യേശു നമുക്കുവേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു. ലോകം മുഴുവൻ പാപങ്ങൾക്കുമായി യേശു മരിച്ചു. അവന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ശരിക്കും അറിയാം. യേശുവിനെ പോലെ ജീവിക്കുന്നവർ ദൈവത്തോടുള്ള സ്നേഹം കാണിക്കുന്നു. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ പുതിയ കൽപ്പന. ദൈവത്തിന്റെ വെളിച്ചം ഇപ്പോൾ പ്രകാശിക്കുന്നു. അതിൽ വെറുപ്പിന് സ്ഥാനമില്ല. യോഹന്നാൻ കുട്ടികളോടും യുവാക്കളോടും പിതാക്കന്മാരോടും സംസാരിക്കുന്നു. അവരുടെ വിശ്വാസത്തിനും വളർച്ചയ്ക്കും അവൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ലോകത്തെയോ അതിന്റെ ആഗ്രഹങ്ങളെയോ സ്നേഹിക്കരുതെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. ലോകം താൽക്കാലികമാണ്, എന്നാൽ ദൈവഹിതം എന്നേക്കും നിലനിൽക്കുന്നു. യേശുവിനെ നിഷേധിക്കുന്ന എതിർക്രിസ്തുക്കളെക്കുറിച്ച് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. അവർ ദൈവത്തിന് എതിരാണ്, മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വിശ്വാസികൾക്ക് സത്യം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആദിമുതൽ നിങ്ങൾ കേട്ടതിൽ ഉറച്ചുനിൽക്കുക, ക്രിസ്തുവിൽ നിലനിൽക്കുക. അങ്ങനെ അവൻ വരുമ്പോൾ നിങ്ങൾ ലജ്ജിക്കില്ല. ശരി ചെയ്യുന്ന ഏവനും ദൈവത്തിന്റെ മകനാണ്. സത്യത്തെ സ്നേഹിക്കാനും അനുസരിക്കാനും പിന്തുടരാനും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു.